നമസ്കാരം, അഖിലാണ്. അന്നേരം ഇന്നത്തെ തമ്മിൽ കണ്ടപ്പോഴത്തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും ഇതിനെക്കുറിച്ചായിരിക്കും പറയാൻ പോകുന്നത് എന്നുള്ളത്. ഓരോരോ കാലഘട്ടങ്ങൾ കടന്നു വരുമ്പോഴത്തേക്ക് മനുഷ്യനെ തട്ടിപ്പിലൂടെ അല്ലെങ്കിൽ വെട്ടിപ്പിലൂടെയും പല രീതിയിലാണ് ഓരോരുത്തർ പൈസ ഉണ്ടാക്കുന്നത്. അത് ഓരോ സമയത്ത് ഓരോ പേരുകൾ മാത്രമാണെന്നേ ഉള്ളൂ. കാരണം വെച്ച് കഴിഞ്ഞാൽ 80-കൾ മുതൽ 90-കൾ മുതൽ ഇപ്പോൾ ഈ 2025 വരെ ഓരോ കാലഘട്ടത്തിൽ പല പല പേരുകളിൽ ഓരോരോ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. അതെല്ലാം അതിനെക്കുറിച്ചെല്ലാം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷേ അടുത്തൊരു ദിവസം പുതിയൊരു പേരുമായിട്ട് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായി നമ്മളെല്ലാം അതിനകത്തേക്ക് ചെന്ന് ചാടുകയും ചെയ്യും, നമ്മൾ അതിനകത്ത് പറ്റിപ്പിക്കപ്പെടുകയും ചെയ്യും. അതൊരു പ്രകൃതി നിയമം പോലാണ്. എന്താണെന്ന് അറിയത്തില്ല. കാര്യം എന്താണെന്ന് അറിയാം, മലയാളികൾക്ക് ഒരുപാട് വിദ്യാഭ്യാസമുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഭയങ്കര കാര്യപ്രാപ്തിയാണ്, ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ശരിയാണെന്നുണ്ടെങ്കിൽ തന്നെയും ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടുന്നത് നമ്മൾ ആൾക്കാരാണ്. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണല്ലോ ഇപ്പോൾ പാണ്ടിക്കാട് കുഞ്ഞാൻ്റെ വിഷ നടക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് ആ ഞെരക്കെടുക്ക് കാണുന്ന അല്ലെങ്കിൽ അതിനകത്തൂടെ അവർ കാണിക്കുന്ന പ്രവർത്തികൾ എന്താണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾ ഈ ലോകം മൊത്തം ഇപ്പോൾ വീഡിയോകളിലൂടെ എല്ലാം കണ്ടിട്ടുണ്ട്. എന്ത് തരത്തിലുള്ള ഉടായിപ്പാണ് നടന്നതെന്നും അതിനകത്ത് എന്തൊക്കെ തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തിയിട്ടുണ്ടെന്ന് മനസ്സിലാവും. പക്ഷേ ഇതിനകത്ത് യഥാർത്ഥ പ്രതികൾ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവും, അത് നമ്മൾ തന്നെയാണ് യഥാർത്ഥ കുറ്റവാളികൾ. കാരണം ഇത്തരം ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുന്നത് നമ്മൾ തന്നെയാണ്, അല്ലേ? കാരണം ഈ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് 1000 രൂപയ്ക്ക് 1 കോടി രൂപയുടെ മറ്റു സാധനങ്ങളും മറ്റുള്ളതും വീടും മറിച്ചതും ചപ്പും ചപ്നിയും എല്ലാം കൊടുക്കുന്നെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അതിനകത്തേക്ക് ആകൃഷ്ടനായി നമ്മൾ അതിനകത്തേക്ക് ചെന്ന് ചേർന്നത് അന്നേരം യഥാർത്ഥ പ്രതികൾ അല്ലെങ്കിൽ കുറ്റവാളികൾ നമ്മൾ തന്നെയാണ്. ഞാൻ ഈ വീഡിയോക്കകത്ത് 1-2 മെയിനായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് ചുറ്റും നടക്കുന്ന തട്ടിപ്പിൻ്റെ രീതികളും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് ഞാൻ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പോകണം. കാരണം വീഡിയോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ വരുന്നവർക്ക് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ കള്ളം പറഞ്ഞിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഫേക്കായിട്ടുള്ള ഒരു വാർത്ത പറഞ്ഞ് നമ്മൾ ഇതുവരെ ചാനലിൽ വന്നിട്ടില്ല, ഇനി അങ്ങോട്ട് വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ലോകം മൊത്തം കണ്ടൊരു വാർത്തയായിരുന്നു. കെവിൻ ന്യൂനു ആ ദുരഭിമാന കൊലക്കേസിനകത്ത് പെൺകുട്ടിയുടെ കല്യാണം കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു വാർത്ത കൊടുത്തു. അതിന്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം എന്താണെന്നുള്ളത് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ യഥാർത്ഥ ആ വോയിസ് ക്ലിപ്പ് പുറത്തു വിട്ടത് ഞാനായിരുന്നു. പക്ഷേ അത് അതിനകത്ത് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വോയിസ് പുറത്തു വിട്ടത് ഞാനാണ്. എനിക്ക് ആ വീഡിയോയിൽ കണ്ടിരിക്കുന്നത് വെച്ച് ഏകദേശം 300-350 പേരാണ് എൻ്റെ വീഡിയോ കണ്ടിരിക്കുന്നത്. പക്ഷേ അതേ വോയിസ് ക്ലിപ്പ് തന്നെ വേറെ പല ചാനലുകാരും എടുത്തിട്ടുണ്ട്. ഏകദേശം 2 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം വ്യൂസ് ഒക്കെ കണ്ടവരുണ്ട് ആ മറ്റു ചാനലുകളിൽ. അതിനൊന്നും നമുക്ക് പ്രശ്നമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുകൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, അതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ജനങ്ങളിലേക്ക് ഒരാളിലേക്കെങ്കിലും ആ സത്യം എത്തിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ആത്മവിശ്വാസവും സന്തോഷവും മാത്രം മതി നമുക്ക്. അതെന്തോ ആയിക്കോട്ടെ. പിന്നീട് ഞാൻ പറയല്ലോ, ഇത്തരം വാർത്തകളിലൊക്കെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ കല്യാണം കഴിഞ്ഞു എന്നുള്ള വാർത്ത കണ്ടത് ഏകദേശം 50 ലക്ഷം ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുള്ള സത്യസന്ധമായ വാർത്ത കണ്ടിട്ടുള്ള വെറും 10 ലക്ഷം ആൾക്കാർ മാത്രമാണ്. ഇപ്പോഴും തെറ്റായിട്ടുള്ള വാർത്ത വിശ്വസിച്ചിരിക്കുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്. അതെന്തോ ആയിക്കോട്ടെ, അത് നമ്മുടെ ചുറ്റുപാട് അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടുകാർക്ക് പൊടിപ്പും പൊങ്ങലും വെച്ചുള്ള വാർത്തകളാണ് ഏറെ ഇഷ്ടപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ഘടകം. അത് അങ്ങനെ വരത്തുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് സാധാരണപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വെറും പട്ടിണി പാവപ്പെട്ടവരായിട്ടുള്ള വെറും സാധുക്കളായിട്ടുള്ള ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികൾ അടുപ്പിച്ചുള്ള ദിവസങ്ങളിൽ മരണപ്പെട്ടു. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ട് ആ വീഡിയോ കണ്ടിരിക്കുന്നത് 200 പേരാണ്. കാരണം അതേ ദിവസം എൻ്റെ ഒരു ദിവസം മുമ്പ് ഞാൻ രേണുസുതിയെ കുറിച്ചൊരു വീഡിയോ ചെയ്തത് അത് 25,000 പേര് കണ്ടിട്ടുണ്ട്. അന്നേരം സത്യസന്ധമായ വാർത്തകൾക്കൊന്നും ഇന്നും ഒരു വിലയില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറഞ്ഞത് സത്യസന്ധമായ വാർത്തകൾ ആൾക്കാരിലേക്ക് എത്താനും അത് ഇഷ്ടപ്പെടുന്നവർക്കുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ. കാരണം ഉള്ളത് എനിക്ക് ആരുടെങ്കിലും സത്യസന്ധമായിട്ട് പറയണമെന്നുള്ള ഒരു ആഗ്രഹം വെച്ചിട്ടാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. മനുഷ്യൻ സമ്പാദിച്ച് ജീവിക്കുന്നവരുണ്ട്, അധ്വാനിച്ച് ജീവിക്കുന്നവരുണ്ട്. സ്വന്തം ശരീരത്തെ നല്ല രീതിയിൽ പണിയെടുത്ത് സ്വന്തം കഴിവും കൊണ്ടും അധ്വാനം കൊണ്ടും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെ ജീവിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ജീവിതത്തിൽ ജയിച്ച് കാണിച്ച ഒരുപാട് നല്ല നല്ല വ്യക്തിത്വങ്ങൾ നമ്മളുണ്ട്. അവർ ആ പണം ഉണ്ടായിരിക്കുന്നത് അല്ലെന്നുള്ള അവരുടെ സമ്പാദ്യം ഉണ്ടാക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവരുടെ കഷ്ടപ്പാടിന്റെ വില കൊണ്ടാണ് അവരുണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ അവിടെ കുറുക്കു വഴികൾ സ്വീകരിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അത്തരം കുറുക്കു വഴികളിലൂടെ രക്ഷപ്പെട്ട ആൾക്കാരുണ്ട്. പക്ഷേ ആ കുറുക്കു വഴി സ്വീകരിക്കാനാണ് ഇന്ന് പൊതുവെ നമ്മുടെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. അതാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകളിലേക്ക് ഏറ്റവും കൂടുതൽ നമ്മുടെ ആൾക്കാർ ചെന്നപ്പെടാനായിട്ടുള്ള കാരണം. എങ്ങനെയും കുറച്ച് പൈസ ഒപ്പിക്കണം, എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു നല്ല ജീവിതം ഉണ്ടാക്കണം. എന്തെങ്കിലും തരത്തിൽ ആരെങ്കിലും തട്ടിച്ചിട്ടായാലും മോഷ്ടിച്ചായാലും എങ്ങനെയൊക്കെ തരത്തിലായാലും ഹൈ ലൈഫായിട്ടുള്ള ഒരു സെറ്റിൽമെന്റ് ലൈഫാണ് ആഗ്രഹിക്കുന്നത്. അത് ആഗ്രഹിക്കുന്നതിനകത്ത് തെറ്റില്ല. പക്ഷേ അതിന് ചൂസ് ചെയ്യുന്ന മാർഗം, ആ ഒരു വഴി സത്യസന്ധമായിരിക്കണം. സത്യസന്ധമല്ല എന്നുണ്ടെങ്കിൽ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ മറ്റൊരു തരത്തിൽ ആ ഒരു വഴിയിൽ ഉണ്ടാക്കുന്ന പൈസ നിങ്ങൾക്ക് ഗുണം ചെയ്തില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തലമുറയ്ക്ക് ഗുണം ചെയ്യത്തില്ല എന്ന് പലതരത്തിലുള്ള അനുഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തിരുന്നാലും നമ്മൾ ഒരു നല്ലൊരു സാധനം, ഒരു വീട്, ഇപ്പം തന്നെ അല്ല, ആ 1 കോടി രൂപയുടെ വീട് അല്ലെങ്കിൽ ആ ഒരു വീടും വസ്തുവും ഒരു വണ്ടിയും കുറച്ചൊക്കെ സാധനങ്ങളൊക്കെ നമുക്ക് 1000 രൂപയ്ക്ക് കിട്ടുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും
25-ലധികം ടിക്കറ്റുകൾ എടുത്ത ആൾക്കാരുണ്ട്. അത് സാധാരണപ്പെട്ടവരുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 1000 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ദിവസത്തെ അവൻ്റെ നാട്ടിലെ ഇപ്പോൾ ചിലപ്പോൾ കൂലിയായിരിക്കും. ആ പൈസ പോലും അവൻ പലരുടെ നിന്നും കടം വാങ്ങിയിട്ടൊക്കെ ഇത്തരം അതിനേക്ക് കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് ആ പൈസ തട്ടിച്ച് ജീവിക്കുന്ന ഈ എന്താ പറയുന്നത്, ശരീരം അണങ്ങി മേലണങ്ങി പണിയെടുക്കാതെ ജീവിച്ച് അവരെ നാട്ടുകാരുടെ പൈസ കൊണ്ട് ജീവിക്കുന്ന ആൾക്കാർ നമ്മുടെ ചുറ്റിലുണ്ടെന്നുള്ളതിൻ്റെ മറ്റൊരു സത്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. നമ്മൾ എന്തിനിങ്ങനെ ചെന്ന് ചാടുന്നു? നമുക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ലേ? നമ്മളെപ്പോലുള്ളൊരു വ്യക്തിക്ക്, നമുക്ക് ഇപ്പം മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് പറയാം, നമുക്ക് നല്ല ചുറ്റുപാടുകളുണ്ട്, പൈസ ഉണ്ടാക്കാനായിട്ടുള്ള വഴികൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇങ്ങനെയുള്ള കാര്യത്തിന് പോകുന്നു. ഇപ്പം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു പ്രശസ്തമായ, ഞാൻ കമ്പനിയുടെ പേര്, പ്രശസ്തമായ ഒരു കമ്പനി പോലും ഇത്തരം ഒരു തട്ടിപ്പിലേക്ക് ആൾക്കാരെ കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബിസിനസിന്റെ ഉടമയായിട്ടുള്ള വ്യക്തി ലോക പ്രശസ്തനാണ്. കശിറ മാർക്കറ്റിംഗ് രീതി അത് തന്നെയാണ്. ആ വ്യക്തി തന്നെ പറയുന്നു, ജനങ്ങൾക്ക് ശരിയായ രീതിയിൽ ഒരു മാർക്കറ്റിംഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് എത്തുന്നത് നമ്മുടെ ടോട്ടൽ ജനസംഖ്യയുടെ 25% ആൾക്കാരിലേക്ക് മാത്രമായിരിക്കും. പക്ഷേ മറ്റെന്തെങ്കിലും വളഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു പരിപാടികളിലൂടെ എന്തെങ്കിലും ഒരു ഉടായ്പ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 70 മുതൽ 75% വരെ ആൾക്കാരിലേക്ക് ഇത്തരം മാർക്കറ്റിംഗ് എത്തുന്നു. അത് തന്നെയാണ് അവരെയൊക്കെ ഇതിന് പ്രേരിപ്പിക്കുന്നത്. കാരണം നല്ല രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് വിജയിക്കത്തില്ല. അന്നേരം ഏതെങ്കിലും രീതിയിലൊരു ഉടായ്പ് കാണിക്കുക എന്നുണ്ടെങ്കിൽ അത് കാണാൻ ആൾക്കാരുണ്ട്, അത് ഏറ്റെടുക്കാൻ ആൾക്കാരുണ്ട്, അത് വിജയിപ്പിക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ അതിനെക്കുറിച്ച് പിന്നീട് എന്തെങ്കിലും ഒരു ഫേക്ക് ആയിട്ടുള്ളതോ അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ വന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു 2 ദിവസം അല്ലെങ്കിൽ ഒരു ആഴ്ച അല്ലെങ്കിൽ ഒരു മാസം അത് പറയും. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അത് തേഞ്ഞു മാഞ്ഞ് പോയി. കാരണം നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകൾക്കെല്ലാം അത്രത്തോളം വാല്യൂവേ ഉള്ളൂ. കാരണം ഈ കോടികൾ തട്ടിച്ച് എത്രയോ ആൾക്കാർ നമ്മുടെ നാട്ടിൽ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്. അറിയാലോ, ഓരോരോ വ്യക്തികൾ കോടികൾ തട്ടിയെടുത്തിട്ട് അന്തസ്സായിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നുണ്ട്. ഒരു ജയിൽവാസം അല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കേസുകൾ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ പേരിൽ മറ്റൊരാളെ ബലിയാടാക്കുന്നു. അവർ അന്തസ്സായിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു തരത്തിലല്ലെങ്കിൽ വേറൊരു ആ ചെയ്ത തട്ടിപ്പ് അല്ലെങ്കിൽ മറ്റൊരു തട്ടിപ്പ് വീണ്ടും 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 മുന്നോട്ട് പോകുന്നു. അതിനകത്തേക്ക് സെയിം നമ്മളെപ്പോലുള്ള ആൾക്കാരെ വീണ്ടും ചെന്ന് ചാടുന്നു. കാരണം എന്താണ്? നമുക്ക് ബുദ്ധിയുണ്ട്, വിവരമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും കാര്യപ്രാപ്തി ഇല്ല. ചില വ്യക്തികൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ കിട്ടുന്നുണ്ടെന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ണു അടച്ചെന്ന് വിശ്വസിക്കുകയും ചെയ്യും, കഴിഞ്ഞതെല്ലാം മറക്കുകയും ചെയ്യും. അതാണ് മലയാളികൾ. ഞങ്ങളുടെ ലൈഫിൽ എന്ന് വെച്ചാൽ ഞങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ലൈഫിലുണ്ടായ നേരിൽ കണ്ട ഒരു ചതിയുടെ അല്ലെങ്കിൽ ഒരു തട്ടിപ്പിന്റെ ഒരു രീതി ഞാനിവിടെ പെട്ടെന്ന് പറയാം. കാരണം അച്ഛൻ പ്രവാസിയായിരുന്നു. പ്രവാസ ജീവിതത്തിന് ഇടയ്ക്ക് വെച്ച് നാട്ടിൽ വന്നായിരുന്നു. നാട്ടിൽ വന്നപ്പോൾ ചെറിയൊരു ആക്സിഡന്റ് ഒക്കെ ഉണ്ടായി. നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള രീതിയിൽ നിന്നപ്പോഴത്തേക്ക് വീടിനോട് അടുപ്പിച്ച് നമുക്കൊരു കടയുണ്ട്. എന്നാൽ ആ കടയിൽ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്ത് ജീവിക്കാന്നുള്ള രീതിയിലൊക്കെ മുന്നോട്ട് പോകാനായിട്ടുള്ള പ്ലാനായിരുന്നു ആ സമയത്ത്. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് ഒരു ദിവസം രാവിലെ ഇങ്ങനെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ച് നിൽക്കുന്ന സമയത്ത് ഒരു കാറിനകത്ത് ഒരു 3-4 പേര് ഹൈലി എക്സിക്യൂട്ടഡ് എന്ന് വെച്ചാൽ ആ വ്യക്തികളൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ ഏകദേശം 5ാം ക്ലാസ് 6ിലൊക്കെ പഠിക്കുന്ന സമയത്താണ്. അന്നേരം നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ആ സമയത്ത് ഇവർ ഒരു രാവിലെ ഒരു 8 മണി 9 മണി സമയത്ത് നമ്മുടെ വീട്ടിലേക്ക് വരുന്നു. വീട്ടിലേക്ക് വന്നിട്ട് വീടിൻ്റെ അടുത്ത് തന്നെ കടയായതുകൊണ്ട് അവിടെ വീടിനടുത്ത് വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് കുറച്ച് ഓഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നമ്മുടെ അടുത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത്ര രൂപ, അന്ന് എനിക്ക് തോന്നുന്നു 25,000 രൂപയാണ് അവർ ആവശ്യപ്പെട്ടത്. 25,000 രൂപ നിങ്ങളിപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് തരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കടയിലേക്ക് വേണ്ട സകല സാധനങ്ങൾ ഇന്നൊരു കമ്പനിയുടെ ബേസായിട്ട് ഞങ്ങൾ ഇറക്കി തരുന്നു. ആ കടയിലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടയിലേക്ക് വേണ്ട ഷെൽഫുകൾ, റാക്കുകൾ, ഇത് മൊത്തം ഞങ്ങൾ ശരിയാക്കുന്നു. അത് മാത്രമല്ല നമ്മൾക്ക് നോർമലായിട്ടുള്ള രീതിയിലായിരുന്നു ഷട്ടറിന് ഒരു പെയിന്റ് ചെയ്ത് എന്നിട്ട് പറഞ്ഞാൽ ആ ഷട്ടർ അടക്കം ഞങ്ങളുടെ കമ്പനിയുടെ ബ്രാൻഡിങ് നിങ്ങൾക്ക് ചെയ്തു തരും. എന്നിട്ട് കടയുടെ ഇതിനകത്ത് ഇത്രത്തോളം രൂപയുടെ സാധനം ഇറക്കി വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് നിങ്ങൾ ബിസിനസ് ചെയ്തതിന് ശേഷം മാത്രം പൈസ തിരിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു. ഒന്നും നോക്കിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രവാസിയായിട്ടുള്ള ഒരു വ്യക്തി നാട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങാൻ നോക്കുമ്പോഴത്തേക്ക് എക്സ്റ്റേണൽ രീതിയിൽ ഒരു സപ്പോർട്ട് കിട്ടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ വെച്ച് കൊള്ളാല്ല പരിപാടി എന്നുള്ള രീതിയിൽ അച്ഛൻ പറഞ്ഞു, എന്നാൽ ശരി ചെയ്യാന്ന് പറഞ്ഞു. അതായത് നമ്മളെ സാധാരണപ്പെട്ട വീടുകളൊക്കെ എന്ന് വെച്ചാൽ നമ്മൾ 25,000 രൂപ സൂക്ഷിക്കാറില്ല. അന്നേരം 10,000-15,000 രൂപ അല്ലെങ്കിൽ കുഴിപ്പേര് 5,000 അതും ഇല്ലാത്ത അവസ്ഥയൊക്കെ ആയിരുന്നു വീടുകളിൽ. എന്നിട്ട് ഉടനെ എന്ത് ചെയ്തു, കുറച്ച് സ്വർണ്ണമൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. ഇതെല്ലാം ഉടനെ അവർ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്, ആ കടയിൽ തന്നെ നിൽക്കുകയാണ്. ഉടനെ നമ്മൾ പോയി അടുത്തുള്ളൊരു ബാങ്കിൽ പോയി ഈ ഗോൾഡ് ലോൺ എടുത്തു. ഈ 25,000 രൂപ അവർ നമ്മുടെ ആ കടയുടെ ഫ്രണ്ടിൽ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് എണ്ണി വാങ്ങുന്നു. എണ്ണി വാങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് സമയത്തിനുള്ളിൽ നടന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ അപ്പോഴൊന്നും നമുക്ക് മനസ്സിലാവുന്നില്ല നമ്മൾ ചതിക്കപ്പെടുകയാണെന്നുള്ളത്. ആ ഒരു 10 മിനിറ്റിനുള്ളിൽ സമയത്ത് അവരൊരു അംബാസഡർ കാറാണ്, അംബാസഡർ കാറിന്റെ ബാക്ക് സൈഡും ഡിക്കി എല്ലാം തുറന്നിട്ട് കുറെ സാധനങ്ങൾ ഒരു കാർട്ടൂണിനകത്ത് പടപടപടയെന്ന് പറഞ്ഞ് കടയ്ക്കകത്തോട്ട് അടുക്കി എന്ന് വെക്കുന്നു. കൂടിപ്പോ ഒരു അംബാസഡർ കാറിനകത്ത് എത്ര സാധനങ്ങൾ കയറുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ സാധനങ്ങളെല്ലാം നല്ല രീതിയിൽ അങ്ങോട്ട് അടുക്കി കൊണ്ട് വെക്കുന്നു. കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് ഒരാൾ ഒരു മീറ്ററൊക്കെ എടുത്തിട്ട് നമ്മുടെ ഇതിന്റെ ഷട്ടറിന്റെ സൈസ് എടുക്കുന്നു. ഇതെല്ലാം ചെയ്ത് എല്ലാം ഒരു 10 മിനിറ്റ് കൊണ്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് ഓക്കെ ഒരു ഷേക്കാൻ കൊടുത്തിട്ട് പറഞ്ഞു, ഓക്കെ ഞങ്ങളുടെ റെപ്രസെന്റേറ്റീവ് നിങ്ങളെ തിങ്കളാഴ്ച കോൺടാക്ട് ചെയ്യും. അവർ വന്നതിന് ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ള കാര്യങ്ങളും ഷെൽഫും റാക്കുകളും എല്ലാം സെറ്റ് ചെയ്യുന്നത്, സാധനങ്ങൾ അതുപോലെ തന്നെ സൂക്ഷിക്കാൻ പറഞ്ഞു. കൈയും കൊടുത്ത് അവരെപ്പോഴേ പിരിഞ്ഞു പൈസയും മേടിച്ചിട്ട് പോയി.
ഈ ഒരു 10 നിമിഷത്തിനുള്ളിൽ കഴിഞ്ഞ ശേഷം നമ്മൾ സാധനങ്ങളുടെ കാര്യം എന്താണെന്ന് നോക്കണം, എന്തൊക്കെ സാധനങ്ങളാണല്ലോ ഇറക്കി വെച്ചിരിക്കുന്ന കാർട്ടൂൺ എന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു നിലവാരവും ഇല്ലാത്ത കുറെ ചന്ദനത്തിരി എന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചന്ദനത്തിരിയുടെ ആ മരുന്നൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു പേര് പോലെ സാധനം, കുറച്ച് സാധനങ്ങൾ, അതാണെന്ന് പറഞ്ഞാൽ ഒരു 25 കാർട്ടൂൺ സാധനം. പിന്നീട് വരച്ചാൽ ജമ്മന്റെ കാലത്ത് തെളിയാത്ത കുറെ പേനകൾ, പിന്നെ ആവശ്യമില്ലാത്ത കുറെ കച്ചറ ഐറ്റങ്ങൾ ഈ ബോക്സ് നിറയെ ഇതായിരുന്നു. പക്ഷെ നമ്മൾ ആ സമയത്ത് നമുക്ക് ബുദ്ധി പോയില്ല, ഈ കാർട്ടൂണിനകത്തിരിക്കുന്ന സാധനങ്ങൾ എന്താണെന്ന് നോക്കാനോ ഇതൊന്നും ചെയ്തില്ല. ഈ 10 മിനിറ്റ് കൊണ്ട് ഈ സാധനം എല്ലാം ഇവർ വെച്ചു. നമ്മളിനി അടുത്ത തിങ്കളാഴ്ച അവരുടെ സെയിൽസ് റെപ്രസെന്റേറ്റീവ് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവ് വിളിക്കുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നിന്നത്. ഈ കാലത്ത് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് നമ്മളെ വിളിച്ചിട്ടുമില്ല. 25,000 രൂപ പോയ വിവരം നമ്മൾ ആരുടെ പറഞ്ഞിട്ടുമില്ല. ഇത് ചിലപ്പോൾ ഈ വീഡിയോ കാണുമ്പോഴേക്കും നമ്മുടെ പരിസരവാസികൾ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ബന്ധുക്കൾ പോലും അറിയുന്നത് ഇങ്ങനെ ഒരു ചതി നമ്മൾ. പക്ഷേ അതിനുശേഷം കുറെ നാളുകൾക്ക് ശേഷം കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു വാർത്ത വന്നായിരുന്നു, സമീപപ്രദേശത്ത് ഇങ്ങനെ ഒരു കേസ് പിടിച്ചിട്ടുണ്ടെന്ന്. പക്ഷേ അവരെയൊന്നും ഇപ്പോഴൊന്നും പിടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അറിവ്. കാരണം പോയ പൈസ പോയി, സിമ്പിളായിട്ട് ഞങ്ങളൊരു 3-4 പേരെ കൺമുന്നിൽ നിർത്തിക്കൊണ്ടൊന്ന് പറ്റിച്ചു എന്നുള്ളൊരു അവസ്ഥയാണ്. വ്യക്തിയുടെയൊക്കെ മുഖം എനിക്കിപ്പോഴും നല്ലത് ഓർമ്മയുണ്ട്. ആ സമയത്ത് കണ്ടതാണെന്നുണ്ടെങ്കിലും കക്ഷി നല്ല എക്സിക്യൂട്ടീവ് ആയിരുന്നു, സിമ്പിളിനായിരുന്നു. കക്ഷിയുടെ വയറൊക്കെ ഇങ്ങനെ കുമ്പ പോലെ ചാടിയൊക്കെ ഇരിക്കുകയായിരുന്നു. എനിവേ പൈസ പോയതല്ലാതെ ഒരു വിഷയമില്ല, നമ്മളെ പറ്റിക്കപ്പെട്ടു. ഇതുപോലെ തന്നെയാണ് ഓരോരോ വ്യക്തികൾ പറ്റിക്കപ്പെടുന്നത്. നമ്മൾ അന്ന് എന്താ കുറച്ചൊരു ലാഭത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചൊരു എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ അതെടുത്ത് കൊടുത്തത്. പക്ഷെ ചതിക്കപ്പെട്ടു. ഇതേ രീതിയിലാണ് ചതിക്കപ്പെടുന്നത്. നമ്മൾ ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, കാര്യപ്രാപ്തിയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്തെങ്കിലും കാര്യം പറ്റത്തേക്ക് എടുത്തു ചാടുന്നു. ആ എടുത്തു ചാട്ടമാണ് നമ്മളെ ഇങ്ങനെയുള്ള ചതികളിൽ കൊണ്ടെത്തിക്കുന്നത്. എനിക്ക് നിങ്ങളോടെല്ലാം പൊതുവെ പറയാനായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന മുതൽ മാത്രമേ നമുക്ക് എന്നും നിലനിൽക്കത്തുള്ളൂ. നമ്മൾ തട്ടിപ്പിലൂടെ, വെട്ടിപ്പിലൂടെ അല്ലെങ്കിൽ മറ്റൊരാളെ എന്തെങ്കിലും രീതിയിൽ ചതിച്ചുണ്ടാക്കുന്ന 1 രൂപയുടെ മുതൽ പോലും നമുക്ക് ഒരിക്കലും ഗുണം ചെയ്യത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ ഉണ്ടാക്കുന്ന പൈസ, കട്ടുണ്ടാക്കുന്ന മുതലിനെ നമ്മൾ എന്നും ഭയക്കണം. അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു 100 രൂപ ആയിക്കോട്ടെ, ആ 100 രൂപ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾക്കായാലും നമ്മുടെ വീട്ടിലേക്കായാലും ബാക്കിയുള്ളവർക്ക് ഒരു അന്നം വാങ്ങിച്ചു കൊടുത്താലോ അല്ലെങ്കിൽ അവർക്ക് മറ്റെന്തെങ്കിലും മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പൂർണ്ണമായിട്ടും തൃപ്തനായിരിക്കും. പക്ഷേ നമ്മൾ മോഷ്ടിക്കപ്പെട്ടോ അല്ലെങ്കിൽ മറ്റൊരുത്തൻ്റെ പൈസ കട്ടെടുത്തോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ രീതിയിൽ ഉണ്ടാക്കുന്ന പൈസ നമ്മൾ ചെലവാക്കുമ്പോൾ തന്നെ നമുക്കൊരു അറപ്പുണ്ടാവും. നാളെ എന്തെങ്കിലും കാരണവശാൽ ഇതിനകത്തൊന്ന് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഇതിനെ നേരിടും? പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെ കുറ്റബോധത്തോടുകൂടിയുള്ള കള്ളന്മാരൊന്നും നമ്മുടെ നാട്ടിലില്ല. ഈ തട്ടിപ്പ് കഴിഞ്ഞാൽ അടുത്ത തട്ടിപ്പ് എങ്ങനെയാണെന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ആൾക്കാർ മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ളത്. പക്ഷെ നമ്മൾ സമൂഹത്തിലുള്ള നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്താണ്? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പഴയ കാലം തൊട്ട് ഓരോരോ തരത്തിൽ മണി ചെയിൻ ആയാലും അല്ലെങ്കിൽ ചാരിറ്റി ട്രസ്റ്റുകളുടെ പേരിലായാലും അല്ലെന്നുണ്ടെങ്കിൽ മാഞ്ചിയം പോലിട്ടുള്ളതായാലും വേറെ പല രീതിയിലുള്ള തട്ടിപ്പുകൾ നടക്കുമ്പോൾ നമ്മൾ അതിനകത്തേക്ക് ചെന്ന് ചാടുകയാണ്. ഈ ഇടയ്ക്കൊരു വാർത്ത കേൾക്കാനിടയിൽ എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഒരു കുടുംബം തന്നെയാണ്. ഏകദേശം കക്ഷിക്ക് ഒരു 30,000-35,000 രൂപ പെൻഷനുള്ള ഒരു റിട്ടയർഡ് ആയിട്ടുള്ള CRPF ഉദ്യോഗസ്ഥൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആത്മഹത്യ ചെയ്തു. കക്ഷി ആത്മഹത്യ ചെയ്യേണ്ട ഒരു കാരണവുമില്ല. കക്ഷിയുടെ മരണത്തിന് കുറച്ച് സമയത്തിന് മുമ്പായിട്ട് കക്ഷി അദ്ദേഹത്തിന്റെ ആ ടീം എന്ന് വെച്ചാൽ ഗ്രൂപ്പിന്റെ അതിനേക്ക് ഒരു വാട്സപ്പ് സന്ദേശം വെച്ചു, ഞാനും എൻ്റെ ഭാര്യയും ആത്മഹത്യ ചെയ്യുന്നു, ചില സാമ്പത്തികമായിട്ടുള്ള ക്രമക്കേടുകൾ ജീവിതത്തിൽ സംഭവിച്ചത് കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. പക്ഷെ ഭാര്യ മരണപ്പെട്ടില്ല, ഭർത്താവ് മരണപ്പെട്ടു. കാര്യം എന്താണ് ഇവരെല്ലാം തിരക്കിയപ്പോഴത്തേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതോ ഒരു ഇതുപോലുള്ള ഒരു ചെറിയ തട്ടിപ്പിന്റെ ഇടയിലേക്ക് കക്ഷി കുറച്ച് പൈസ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തു. ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്ന് കുറച്ച് ലാഭങ്ങൾ കയ്യിലോട്ട് വന്നപ്പോഴത്തേക്ക് കക്ഷി എന്ത് ചെയ്ത്, കയ്യിലുണ്ടായിരുന്ന ഫിക്സഡ് ഡിപ്പോസിറ്റും കാര്യങ്ങളും എല്ലാം ഇവരെ തന്നെ ഏൽപ്പിച്ചു. അത് കൂടാതെ മറ്റു ചില വ്യക്തികളിൽ നിന്ന് കടം വാങ്ങി ഇതിലേക്ക് കൊണ്ട് നിക്ഷേപിച്ചു. ആദ്യം വന്നതുപോലുള്ള വരുമാനങ്ങൾ തിരിച്ചു വരാതെയായി, മറ്റുള്ളവരെ വിളിച്ചിട്ട് റിപ്ലൈ കിട്ടാതായി കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വന്തമായി പറ്റിക്കപ്പെട്ടു അല്ലെങ്കിൽ ഞാൻ ചതിക്കപ്പെട്ടു എന്നുള്ള തോന്നൽ വന്നപ്പോഴത്തേക്ക് അത്രയും നല്ലൊരു വ്യക്തിക്ക് പോലും ജീവിതത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത, നല്ല ഒരു ഫാമിലിപ്പെട്ടൊരു മെമ്പറാണ്, അദ്ദേഹത്തിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയെടുത്തപ്പോഴത്തേക്ക് അവസാനം കയറെടുക്കേണ്ടി വന്ന ഒരു അവസ്ഥയായി മരണപ്പെട്ടു കക്ഷി. പക്ഷേ ഇത്തരം വാർത്തകളൊന്നും നമ്മുടെ നാട്ടിൽ പുറത്തു വരത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ രീതിയിൽ ഒരു വ്യക്തി മരണപ്പെട്ട് തൂക്ക് വെച്ചു 2 ദിവസം അതിനെക്കുറിച്ച് ആരെങ്കിലും പറയാം, അയാൾക്ക് എന്തോ സാമ്പത്തികമായിട്ട് പ്രശ്നം ഉണ്ടായത്, അയാൾ മരിച്ചു. ഇതൊക്കെയാണ് ഇതിന്റെ പിന്നിൽ നടക്കുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളെ ചതിക്കപ്പെടാനായിട്ടുള്ള അവസരങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. അധ്വാനിച്ച് ജീവിക്കുക. സ്വന്തം കയ്യിലെ പൈസ കൊണ്ട് നമ്മൾ നാളത്തേക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും മിച്ചം വെച്ചിട്ട് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള സമ്പാദ്യങ്ങളാക്കി മാറ്റാൻ ശ്രമിക്കുക. അല്ലാതെ ഇത്തരം പാഴ്വാക്കുകൾ കേട്ട് നിങ്ങൾ ചെന്ന് ചാടുന്നത് കൊടും കുഴികളിലേക്കും അത് ചിലപ്പോൾ തിരിച്ചു കയറാൻ പറ്റാത്ത രീതിയിലുള്ള മാരകമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും നിങ്ങളുടെ ജീവിതം ഉണ്ടാക്കുന്നത്. എനിവേ, ഇനിയും ഇത്തരം ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ അല്ലെങ്കിൽ ഇത്തരം ചതികളിൽ ചെന്ന് ചാടാതിരിക്കട്ടെ എന്ന് വിശ്വസിക്കാം. നിർത്തുന്നു. അഖിൽ വിഷം സൈനിങ് ഔട്ട്. ബൈ.